ഹലോ, അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. മാത്രമല്ല, ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഇൻസ്റ്റ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണിത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കോഴിക്കോട് ബീച്ച് ഭാഗത്തൊക്കെ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. മറ്റൊന്നുമല്ല, ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ കണവ നിറച്ചത് അല്ലെങ്കിൽ കൂന്തൽ നിറച്ചതാണിത്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് എത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എപ്പോഴെങ്കിലും അവിടെ ചെന്നാൽ ഇത് കഴിക്കാം, പക്ഷേ അതുവരെ ഇരിക്കാനുള്ള ഒരു എന്താ പറയുക, കൊതി കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭവം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ആക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സാധനം, അതായത് ഈ കണവ നിറച്ചത് മേടിക്കാൻ വേണ്ടിയിട്ട് 3 മണിക്ക് വന്ന് ക്യൂ നിന്നിട്ട് 6 മണി 5 മണിയൊക്കെ ആവും ആ ഒരു ഷോപ്പ് തുറക്കാനെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്, പറഞ്ഞു കേട്ടിട്ടുള്ളതും. അപ്പോൾ ഞാൻ കണ്ടത് യൂട്യൂബിലൊക്കെയാണ് ഇത് പറഞ്ഞിങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ അനിയനോട് അന്വേഷിച്ചു. അവൻ്റെ ഭാര്യ വീട് കോഴിക്കോടാണ്. അപ്പോൾ എന്തായാലും അത്രയ്ക്കധികം ഒരു പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു വിഭവം ഞാൻ എന്തായാലും തയ്യാറാക്കി. അപ്പോൾ എന്തായാലും സക്സസ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കണവ എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരായിരിക്കും. എനിക്ക് കണവ, കൂന്തൽ ഈ 2 പേര് മാത്രമേ ഇതിൻ്റെ അറിയത്തുള്ളൂ. പിന്നെ വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വിഭവം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഇതിൻ്റെ മെയിനായിട്ടുള്ള താരം കണവ തന്നെയാണ്. അപ്പോൾ കണവ എടുത്തിട്ട് അതിൻ്റെ തലഭാഗവും ഉടൽ ഭാഗവും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നന്നായിട്ട് കഴുകി അതിലെ മഷിയൊക്കെ കളയുക. എന്നിട്ട് നമുക്കത് വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെമ്മീൻ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വിഭവം തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറിയ കുനുകുനാന്ന് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കുഞ്ഞ് സവാളയാണെങ്കിൽ 2 എടുത്താലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലുള്ള ഈ കൂന്തൽ വെറും 10 എണ്ണമാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക് അരിഞ്ഞത്, ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഇട്ടിട്ട് തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല പേസ്റ്റ് പരുവത്തിലാകുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ചെറുതായിട്ട് മുറിച്ചതും ഒരു കണവയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ കണവയുടെ തല ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് പിന്നെ അത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇടുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ചിക്കൻ മസാല, ഏത് മസാല വേണമെങ്കിലും ഇടാട്ടോ. ഇനി ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ മസാല കരിഞ്ഞു പോവും. പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു കൈപ്പിടി വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക. അപ്പോൾ മസാലയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായി കിട്ടും. അതിനുശേഷം 3 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. പിന്നെ ഉള്ളിൽ വെക്കുന്ന മസാല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയാവും. ചിലർ ഇതിലേക്ക് ചോറ് ചേർക്കുന്നുണ്ട്, പിന്നെ ചിലർ ഇതുപോലെ തന്നെ തേങ്ങാപ്പീര ചേർക്കുന്നുണ്ട്. മസാല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയാവും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ. ഞാൻ എന്തായാലും തേങ്ങാപ്പീര വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്കിത് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്. ചിലർക്ക് ഈ മല്ലിയിലയുടെ ടേസ്റ്റ് അത്ര പിടിക്കില്ല. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ, മസാല ഇതിലേക്ക് നിറച്ച് കൊടുക്കണം നമ്മുടെ കൂന്തലിലേക്ക്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ അടുത്തുള്ള ഈ കൂന്തലുണ്ടല്ലോ വളരെ ചെറുതാണ്. അപ്പോൾ കുറച്ച് വലിയത് കിട്ടിയാൽ അതെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിലേക്ക് ഇങ്ങനെ സ്പൂണ് കയറ്റാനൊക്കെ നല്ല പാടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇതിലേക്ക് എല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൻ്റെ തലയുണ്ടല്ലോ, അതുകൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതിനെ യോജിപ്പിച്ച് കൊടുക്കണം, കുത്തി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ആവിയൊക്കെ കയറ്റുന്ന സ്ഥലത്ത് ഇപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ മസാല നിറയ്ക്കുമ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് മസാല അങ്ങനെ നിറച്ച് കൊടുക്കരുത്. ഒരു 3/4 ഭാഗത്തോളം നിറച്ച് കൊടുത്താൽ മതിയാവും.
അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ കൂന്തലിലേക്കും മസാലകൾ നിറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. ഇത് വെക്കുന്ന സമയത്ത് ചിലർ ഫോയിൽ പേപ്പറൊക്കെ വിടുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാനതൊന്നും വെച്ചിട്ടില്ല. ഞാൻ വേറൊരു തട്ട് കൂടിയുണ്ട് എൻ്റെ അടുത്ത്, അതും കൂടി വെച്ചിട്ടാണ് ഞാനിത് വെക്കുന്നത്. അതുപോലെ തന്നെ ഇത് അധികമായിട്ട് അങ്ങനെ ആവി കയറ്റരുത്, കാരണം അങ്ങനെ ആയാലും ഒരു റബ്ബർ പോലെ ആയിപ്പോവും. ഞാനിത് കറക്റ്റ് ഒരു 7 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്കിതിന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ വേറൊരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൽ പുരട്ടിയിട്ടും പൊരിക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ നേരിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പിനില ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ആവി കയറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ചിട്ടൊന്ന് മാറി നിന്നാൽ നമ്മൾ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത് പൊട്ടി മുഖത്തോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് എണ്ണ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിന് വലിയ കളറൊന്നും ഉണ്ടാവാത്തത്, എൻ്റെ അടുത്തുള്ള മുളക് പൊടിക്ക് വലിയ കളറില്ല. നല്ല കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തതെങ്കിൽ നല്ല കളറുണ്ടാവും. പക്ഷേ രുചിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിരുന്നു. ഇത് കഴിക്കുന്ന ആളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. സൂപ്പറാ, അടിപൊളി. ഇതാണ് നമ്മുടെ കോഴിക്കോട് കിട്ടുന്ന കൂന്തൽ നിറച്ചത്. സൂപ്പറായിട്ടുണ്ട്. ബീച്ചിലൊക്കെ വൈറലായിട്ടുള്ള സാധനമല്ലേ ഇത്. കട്ടൻ ചായയുടെ കൂടെ അടിപൊളി. അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചു. കൂന്തൽ നിറച്ചത് കഴിക്കാൻ പറ്റി, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ പൊളിയാണ്. അപ്പോൾ എന്തായാലും ഇനിയും നമ്മുടെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും.